ഷോപ്പിഫൈയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഹെഡിങ് നമുക്ക് ഇഷ്ടാനുസരണം നമുക്കതിൻ്റെ സ്പേസ് കൺട്രോൾ ചെയ്യാൻ കഴിയുവാണെങ്കിൽ, അതായത് ഈ മെൻസ് ഫാഷൻ എന്ന് എഴുതിയിരിക്കുന്ന നോക്കിക്കേ, അതായത് ഇതിൻ്റെ ഒരു ഇടയ്ക്ക് കിടക്കുന്ന ആ ഒരു സ്പേസാണ് ഇതിൻ്റെ ഭംഗി കൂടിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഷോപ്പിഫൈയിൽ ഡിഫാൾട്ട് ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈൻ ലെറ്റർ സ്പേസിങ് ടൈറ്റ് നോർമൽ ലൂസ്. ബട്ട് നോർമൽ ഇട്ടാൽ ഒത്തിരി ടൈറ്റ് ആകും, ലൂസ് ഇട്ടാലും ഒരു ലിമിറ്റിനപ്പുറം നമുക്ക് ആ ഒരു സ്പേസ് കിട്ടില്ല. അപ്പം അതേസമയം ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ലെറ്റർ സ്പേസ് ഇപ്പോൾ ലൂസ് ആക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഇഷ്ടാനുസരണമുള്ള സ്പേസ് ഇടുക, ബാക്കിയെല്ലാം നോർമലാക്കുക. ഇത് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എഡിറ്റ് കോഡിൽ വന്നു. ഞാൻ സ്നിപ്പറ്റ്സ് വന്നു. അതിൻ്റെ അകത്തായിട്ട് തീം സ്റ്റൈൽ വേരിയബിൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണും കുറച്ച് താഴെയായിട്ട്. ഇത് ക്ലിക്ക് ചെയ്തു. ഇതിലിനി വരാനുള്ള കോളം ലെറ്റർ സ്പേസിങ് ബോഡി ലൂസ്. ഇതിൽ ഡിഫാൾട്ടായിട്ട് കിടക്കുന്നത് 0.03 ആണ്. ഞാനത് മാറ്റി 0.25 ആയി. നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടൊന്നും അറിയാവുന്നവർക്ക് 224 ലൈനിലാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. നമുക്ക് ആ ഒരു സ്ഥലത്ത് തന്നെ ടൈറ്റും നോർമലിനും വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. ഞാനിത് സേവ് ചെയ്തു. നമുക്ക് ഇഷ്ടാനുസരണം നമ്മൾ ഇഷ്ടം കൊടുക്കുന്ന സ്പേസ് വാല്യൂ അവിടെ ലഭിക്കുന്നതാണ്. ഞാനിനി നോക്കുവാണ്, നമുക്ക് ഓൾറെഡി ലെറ്റർ സ്പേസിങ് ലൂസ് കൊടുക്കുമ്പോൾ മാത്രം നമുക്ക് ആ ഒരു സ്പേസ് വേരിയേഷൻ വരുന്നുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ ലെറ്റർ സ്പേസിങ് ലൂസ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നോ അവിടെയൊക്കെ ഈ ഒരു സ്പേസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെഡിങ്സ്, നമ്മുടെ വെബ്സൈറ്റുകളിൽ വരുന്ന ഏതെങ്കിലും ഹെഡിങ് ഒക്കെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടാൽ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ ആകും. അതായത് യൂഷ്വലുള്ള സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നിന്ന് മാറി കുറച്ചും കൂടി നല്ലൊരു ലുക്കാക്കാൻ ഈ ഒരു ഓപ്ഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.